Unleash your creativity with expert guidance. From stunning mural painting to mastering the art of sketching, learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact us on 9446442055. NREG വർക്കേഴ്സ് യൂണിയൻ തെക്കുംകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെക്കുംകര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗവും NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ PN സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ തെക്കുംകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെക്കുംകര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക അനുവദിക്കുക, തൊഴിൽ ദിനം 200 വർദ്ധിപ്പിക്കുക, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് തെക്കുംകര കനാൽ പാലത്തിന് സമീപം നിന്നും ആരംഭിച്ച മാർച്ച് പുന്നംപറമ്പ് സെന്റർ ചുറ്റി തെക്കുംകര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. 100 കണക്കിന് തൊഴിലാളികൾ ജാഥയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗവും NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ കർഷക തൊഴിലാളികളുടെ കൂലിക്കനുസരിച്ചുകൊണ്ട് കൂലി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നിലവിലുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് മിനിമം 600 രൂപയാണ് കൂലി. നമ്മൾ 600 ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമ്മുടെ തൊഴിൽ ദിനം വർദ്ധിപ്പിക്കണം. ഇപ്പോ 100 ദിവസം എന്നുള്ളത് 150 ദിവസം ആക്കും എന്നിപ്പോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 150 ദിവസമാക്കിയതും വെറുതെയാണോ? ഏപ്രിൽ മാസം 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ 150 ആക്കും എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. പുതിയ സാമ്പത്തിക വർഷം മുതൽ 369 രൂപയാക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആക്കിയാലും മതിയാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ പറയണത് മിനിമം 600 രൂപയെങ്കിലും നമ്മുടെ കൂലി വർദ്ധിപ്പിക്കണം. അപ്പോ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയില് തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ മാത്രമായി എത്ര കുടിശ്ശിക എന്നറിയോ? 90 ലക്ഷം രൂപ കുടിശ്ശികയാണ്. ഏകദേശം 1 കോടി രൂപ കൂലിയനത്തിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരാനുണ്ട്. തെക്കുംകര പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് യമുന സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് MK ശ്രീജ, CPIM തെക്കുംകര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AK സുരേന്ദ്രൻ, വത്സല വർഗീസ്, അജിത സുനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCB ന്യൂസ് തെക്കുംകര.